യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിനായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്ന ഈ നേരത്തെ നമ്മളുടെ യുവജനങ്ങൾ ഇനിയും വരുന്നതായുള്ളൊരു 10 വർഷത്തേക്ക് എന്തായിട്ട് തീരണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായുള്ളൊരവസരമാണിത്. ദൈവഹിതപ്രകാരം ദൈവകരങ്ങൾ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ദൈവ നൽകുന്നതായുള്ള പദ്ധതികൾ എന്ത് എന്നത് മനസ്സിലാക്കി അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വിളിക്കപ്പെട്ടിരിക്കുന്നതായ സമൂഹമാണ് യുവജന സഖ്യം എന്ന് പറയുന്നത്. നമ്മുടെ സഭയിലെ യുവജനങ്ങൾ ഒരുമിച്ച് കൂടി വന്ന് നിർവഹിക്കേണ്ടതായുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നത് സഭയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് സഭയിലെ അംഗീകൃത സംഘടനയായിട്ട് മാർത്തോമാ യുവജന സഖ്യത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആരാധന, പഠനം, സാക്ഷ്യം, സേവനം, ഈ 4 പദ്ധതികളിലൂടെ കർത്താവും രക്ഷിതാവുമായുള്ള യേശുവിനെ അറിഞ്ഞ് യേശുവുമായുള്ള ബന്ധത്തിൽ ജീവിപ്പാനായിട്ട് ശ്രമിക്കുന്നതായുള്ളൊരു കൂട്ടം ആൾക്കാരാണ് നമ്മളുടെ യുവജനങ്ങൾ. അതുകൊണ്ട് യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിൽ ആദ്യമായിട്ട് ചോദിക്കേണ്ടതായുള്ള ചോദ്യം നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളതായുള്ള ചോദ്യമാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എനിക്ക് നിന്നോടുള്ള സുവിശേഷമെന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് പറഞ്ഞതായുള്ള വാക്കുകൾ 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും സംശീകരിക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ നൽകി കൊടുക്കുവാൻ തക്കവണ്ണം നമ്മെ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസരമാണ് യുവജന സഖ്യത്തിൽ യുവജനങ്ങളിലൂടെ സാധ്യമായിട്ട് തീരേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളുടെ സേവികാ സംഘത്തിൻ്റെ കാർണമ മെമ്മോറിയൽ സമ്മേളനം കോട്ടയത്ത് വെച്ച് നടന്നതായിട്ടുള്ള അവസരത്തിൽ കാർണമ കൊച്ചമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കാർണമ കൊച്ചമ്മ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നതായുള്ള ആളുകളോട് അതരുത് എന്ന് പറയുവാനായിട്ടുള്ള ധൈര്യം കാട്ടിയതായുള്ള ഒരാളാണ്. മാത്രമല്ല സംസ്ഥാനത്ത് മുഴുവനായിട്ട് പ്രവർത്തിച്ചതായുള്ള അവസരത്തിൽ രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാജാവിനൊരു വേദപുസ്തകം കൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടതായുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക മാത്രമല്ല യേശു ക്രിസ്തുവിനെ നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതായുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ കാതലായിട്ടുള്ള ഒരു സത്യമാണ് എന്നത് പ്രത്യേകമായിട്ട് ഈ അവസരം ഓർക്കാം. ഈ വർഷത്തെ യുവജന സഖ്യം ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കട്ടെ. കമ്മിറ്റി അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു വർഷമാണല്ലോ ദൈവം വരാൻ നൽകിയിരിക്കുന്നത്. കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കൂട്ടായിട്ടുള്ള ആലോചനയിലൂടെ ഉരുത്തിരിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പ്രവർത്തന പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധ്യമായി തീരേണ്ടതായിട്ടുള്ള അവസരം കൂടിയാണ് യുവജന സഖ്യത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനം എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ലോകം മുഴുവൻ അറിയുന്ന ഡോക്ടർ അബ്ദുൽ കലാം നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിരുന്നുവല്ലോ. ഡോക്ടർ അബ്ദുൽ കലാം എഴുതിയതായുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. തനിക്ക് ഈ ലോകത്തിൽ ഒരു സയൻറ്റിസ്റ്റായിട്ട് പ്രത്യേകിച്ച് ഭാരതത്തിൽ റോക്കറ്റ് വിക്ഷേപിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീർന്നതായുള്ള രംഗങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത് യുവജനങ്ങളാണ് എന്നത് മനസ്സിലാക്കുകയും യുവജനങ്ങളെ അവർക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇന്ധനം നിറച്ച് അവരെ അയക്കേണ്ടത് ആവശ്യമാണ് എന്നത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. താൻ പ്രസിഡൻ്റായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്കൊക്കെ ക്ഷണിക്കപ്പെടുന്നതായുള്ള അവസരത്തിൽ അദ്ദേഹം ഓരോരോ സ്ഥലങ്ങൾ പോകുന്ന അവസരത്തിൽ തന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്നതായുള്ള വിദ്യാർത്ഥികളെ കാണുന്നതിനായിട്ട് പ്രത്യേകമായിട്ടുള്ള താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ പോയി ഓരോരോ സ്ഥലങ്ങളിൽ യുവജനങ്ങളെ വിളിച്ചുകൂട്ടി യുവജനങ്ങൾക്ക് എന്താണ് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന മൂല്യബോധമൊക്കെ നൽകുകയും അവരെ കൂടുതൽ പ്രബുദ്ധരാക്കി ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിപ്പാൻ കൊണ്ടിടയായിട്ട് തീരണം എന്നുള്ള പ്രബോധനം അവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തീർന്നിട്ടുണ്ട്. താനൊരു പ്രസിഡൻ്റായിട്ടിരിക്കുക മാത്രമല്ല, പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതി എങ്ങനെയാണ് സാധ്യമായിട്ട് തീരേണ്ടത് എന്നത് മനസ്സിലാക്കുകയും അങ്ങനെ ആ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള യുവജനങ്ങളെ എങ്ങനെ സജ്ജമാക്കി തീർക്കണം എന്നത് ചിന്തിക്കുകയും അത് തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ കോണം ശ്രമിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്.
നമ്മളുടെ ഈ സംസ്ഥാനത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നതായുള്ള വി.ഡി. സതീശൻ താൻ എഴുതിയതായിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് ആദാമേ നീ എവിടെയാകുന്നു. ആ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകത്തിൻ്റെ ഓരോ അധ്യായവും വായിക്കും എന്നത്. എന്നെ കേൾക്കുന്നതായുള്ള യുവജനങ്ങളോട് എനിക്ക് ചോദിക്കുന്നതിനായിട്ടുള്ളത്, ഇങ്ങനെ ധൈര്യമായിട്ട് പറയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ഓരോ ദിവസവും വേദപുസ്തകത്തിൻ്റെ ഓരോ അധ്യായം ഞാൻ വായിക്കും. ഇന്ന് നമ്മളെല്ലാം അതിശയിപ്പിക്കുന്നതായുള്ള വേദപുസ്തക പരിജ്ഞാനമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം വിവിധ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പ്രസംഗിക്കുന്നതായുള്ള പ്രസംഗങ്ങൾ ഇന്ന് വളരെയധികം ആകാംക്ഷയോടെ താല്പര്യത്തോടെ നമ്മളെല്ലാം കേൾക്കാറുണ്ട്. 121 സങ്കീർത്തനം കാണാതെ പറയുന്നത് നാം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കഴിഞ്ഞ ദിവസം ഞാൻ വൈദിക സെലക്ഷൻ ബോർഡിൽ നമ്മളുടെ സെമിനാറിലൊക്കെ പഠിക്കുന്നതായുള്ള കുഞ്ഞുങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു. അവരോട് 121 സങ്കീർത്തനം എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ പറയുന്നതായിട്ടുള്ള ആളുകൾ വളരെ വിരളമായിരുന്നു. അതിലതിശയിക്കേണ്ട, കാരണം വി ഓൾവേസ് ഗെറ്റ് ലീഡേഴ്സ് ഓൺലി ഫ്രം ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ വേദപുസ്തകം ദിവസവും വായിക്കുന്നതായിട്ട് എത്ര ആളുകളുണ്ട്? നമ്മളെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മക്കളെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതാണ്, പ്രായമുള്ളവരെ കൊച്ചുമക്കളെക്കുറിച്ച് ചോദിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇതാ വി.ഡി. സതീശൻ ഒരു ലീഡർഷിപ്പ് റോളിൽ നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യൻ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകത്തിൻ്റെ ഓരോ അധ്യായം വായിക്കും എന്നത്. അങ്ങനെ ഓരോ അധ്യായം വായിച്ച് വേദപുസ്തകത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ, ക്രൈസ്തവേതരനായിട്ടുള്ളൊരു മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നതായിട്ടുള്ള അവസരത്തിൽ പ്രാഗൽഭ്യത്തോടു കൂടി പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും ഓരോ അധ്യായം വേദപുസ്തകത്തിൽ നിന്ന് വായിക്കും. നമുക്കും അത് പറയുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരേണ്ട ആവശ്യകതയുണ്ട് എന്നത് പ്രവർത്തന ഉദ്ഘാടനത്തിനായിട്ട് എന്നെ ക്ഷണിച്ചതായിട്ടുള്ള അവസരത്തിൽ ചെറിയറമ്പ് ഇമ്മാനുവൽ മാർത്തമ്മ ഇടവയിലെ എല്ലാ യുവജനങ്ങളോടും ഞാൻ പറയുന്നതിനായിട്ട് ഈ അവസരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടെ. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. ഡിജിറ്റൽ വേൾഡിലാണ് എന്ന് പറയുന്ന അവസരത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? കഴിഞ്ഞ ദിവസം തീത്തോസ് തിരുമേനി പ്രസംഗിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. യൂട്യൂബിലൊക്കെ ഇപ്പോൾ കിട്ടുന്നതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കാനായിട്ട് റെഡിയാകുന്നത്. അതുകൊണ്ട് യൂട്യൂബിൽ തിരുമേണ്ട ഒരു പ്രസംഗത്തെ തിരുമേനി പറയുകയാണ്, ഇന്നത്തെ യുവജനങ്ങൾ IT-യിലാണ് ജോലി ചെയ്യുന്നത്. ചോദിച്ചാൽ വളരെ അഭിമാനത്തോട് പറയും, ഞാൻ IT-യിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയും. തിരുമേനി പറഞ്ഞു, ഒരു സ്ഥലത്ത് ജോലി കിട്ടി ഒരു 4 മാസം കഴിഞ്ഞിട്ടും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായുള്ള ആളിനോട് മുഖത്ത് നോക്കി ഒന്ന് വർത്താനം പറയാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത്? എല്ലാം സെൽഫോണിൽ, അവിടെയാണ് ഫേസ്. അത് നോക്കിയാണ് ആളുകളോട് സംസാരിക്കുന്നത്, അതിലൂടെയാണ് ആളുകളോട് സംസാരിക്കുന്നത്. ഒരു 2 നില കെട്ടിടത്തിൽ താഴെ ഇരിക്കുന്ന ആളിനോട് മുകളിലിരിക്കുന്ന ആളിനെ സംസാരിക്കണമെങ്കിൽ ഉടനെ സെൽഫോൺ എടുത്ത് താഴെ ഇരിക്കുന്ന ആളിനെ വിളിക്കും, ആ ആളുടനെ അത് റെസ്പോണ്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ പോലും ആയിരിക്കുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു സംഗതി മനസ്സിലാക്കുവാനായിട്ടുള്ളത്, മനുഷ്യമുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശരിയോ തെറ്റോ? മനുഷ്യമുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായുള്ളൊരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പല പ്രായത്തിലുള്ള ആളുകളുണ്ട് എന്നെനിക്കറിയാം. ഈ പല പ്രായത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ അടുത്തുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പല കാര്യങ്ങൾക്ക് അമ്മയുടെ ആവശ്യമുണ്ട്. പ്രായമുള്ള ആളുകളെ, വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടക്കാൻ പ്രയാസമുള്ളവർ പിടിച്ചുകൊണ്ട് നടക്കുവാനൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹിതരായിത്തീരുന്നതായുള്ള ആളുകൾക്ക് ഇണയായി തുണയായി ഒരാളുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആരും തനിയെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ഒരു മനുഷ്യ ജീവിയെക്കുറിച്ച് ദൈവം പോലും ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഇന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ എങ്ങനെയാണ് സ്വയപര്യാപ്തതയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. അതൊരു മിഥ്യയാണ്, അതൊന്നും നടക്കത്തില്ല. എന്തൊക്കെ ഉണ്ടെങ്കിൽ സ്വയപര്യാപ്തത എത്തിയെന്ന് പറയുന്നതിനായിട്ട് സാധിക്കും? ഞാൻ രാവിലെ പറഞ്ഞ പോലെ വോണ്ട് ആൻഡ് നീഡ്. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഒരു ഷോപ്പിങ്ങിന് പോയാൽ തന്നെ നമ്മളുടെ കയ്യിലുള്ളതായുള്ള പൈസ തീരുന്നതാണ് നമ്മളുടെ അളവ്. വേണമെങ്കിലും വേണ്ടായെങ്കിലും ഉള്ളതെല്ലാം വാങ്ങിക്കും. ഉപയോഗിക്കാനാണോ എന്ന് അറിയാനായിട്ട് പാടില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാത്ത എത്രയോ കാര്യങ്ങൾ കയ്യിലിരിപ്പുണ്ട്.
നമ്മൾ ആരെയും കുറ്റം പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. എന്നാൽ ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാത്തതായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ എല്ലാം കയ്യിലിരിപ്പുണ്ട്. നമുക്ക് വേണ്ടാത്തത് വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് മനസ്സൊരുക്കം ഉണ്ടാവണം. നമുക്ക് മതി എന്ന് പറയാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാകണം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, വേണ്ട എന്നും മതിയെന്നും. ചെറിയ രണ്ട് വാക്കുകളാണ്. എന്നാൽ ഇത് ദിവസവും ഈ രണ്ട് ഗുളികകൾ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ് മറ്റു ഗുളികളോടൊപ്പം. വേണ്ട എന്ന് പറയാനായിട്ട് പഠിക്കണം, മതിയെന്ന് പറയാനായിട്ട് പഠിക്കണം. മതിയെന്ന് പറഞ്ഞാൽ പോലും വീണ്ടും വീണ്ടും വിളമ്പുന്നതായിട്ടൊരു പാരമ്പര്യമാണ് നമ്മളുടെ രംഗത്തുള്ള സമൂഹത്തിലുള്ളത്. നമുക്ക് വേണ്ടെങ്കിലും തീറ്റിക്കും. എന്തുമാത്രം തിന്നാനായിട്ട് സാധിക്കും? വേണ്ടതിലും തിന്നുക. ഇതാണ് നമ്മളുടെ ഒരു ശൈലിയായിട്ട് മാറിയിരിക്കുന്നത്. എന്നാൽ ഓർത്തിരിക്കേണ്ടതാണ്, രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ആർഷഭാരതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഇല്ലിറ്ററസിയും ഒന്ന് പോവർട്ടിയുമാണ്. ഇതിനെന്തെങ്കിലും ഒരു അന്തം കുറിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ സാധിക്കും. മനുഷ്യൻ സാധിക്കാത്തൊന്നുമില്ല. അനന്ത സാധ്യതകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. സാധിക്കണമെങ്കിൽ മതിയെന്ന് പറയുന്നതിനായിട്ടും വേണ്ട എന്ന് പറയുന്നതിനായിട്ടും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിനൊരു ശിക്ഷണമുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട് എന്ന് പറയുന്നതിനായിട്ട് ഇടയായിട്ട് തീരും. ആ ഡിസിപ്ലിനിൽ വളരുവാൻ തക്കവണ്ണമാണ് നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരേണ്ടത് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എൻ്റെ കൂടെയുള്ളതായ ആളിനേക്കാളും മിടുക്കിയായിട്ട് ഞാൻ തീരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇല്ലാതെ പോവുകയാണ്. ഒളിച്ചും കളിച്ചും മറച്ചും ഒക്കെ ജീവിക്കുന്നതായുള്ള ജീവിതത്തിൻ്റെ ശൈലികളായിട്ട് മാറുകയാണ്. കളവാണ് ജീവിതത്തിലുള്ളത്, ട്രാൻസ്പെറൻസി അല്ല. നിർമ്മല ജീവിതമല്ല ഉള്ളത്, പിന്നെ തെറ്റായിട്ടുള്ള ജീവിതമാണുള്ളത്. ആരും കാണരുത്, ആരെയും കാണിക്കരുത്, എല്ലാം മറച്ചു വെക്കണം. ഇങ്ങനെയുള്ളതായുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. തൽഫലമായിട്ട് മനുഷ്യബന്ധങ്ങൾക്ക് ഉലച്ചിലാണ് സംഭവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാവുന്നത് ബന്ധങ്ങൾ കൂടെ മാത്രമാണ്. ബന്ധപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. എനിക്ക് ഒരു സന്തോഷമുണ്ട്. ഇന്ന് പരസ്യപ്പെടുത്തതായിട്ടുള്ള അവസരത്തിൽ സെക്രട്ടറി ഞാൻ കണ്ടില്ല എങ്കിൽ തന്നെ സെക്രട്ടറി ഇന്ന് ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഈ ഇടവേല കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് പുതുതായിട്ട് ഇവിടെ കുറച്ച് പേരെ ഉള്ളല്ലോ. ഇവിടെ ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. എന്നാൽ ഒന്ന് പോയി ഒന്ന് ഹലോ പറയാൻ, എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കാൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണമുണ്ട് എന്ന് പറയുവാൻ, നിങ്ങൾക്ക് എപ്പോഴാണ് സമയമുള്ളത്, നിങ്ങളുടെ അങ്ങോട്ട് ഞാൻ വരുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നു എന്ന് പറയുവാൻ, അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നതായുള്ള രംഗങ്ങളുണ്ടോ? പച്ചയാണോ? അതോ ഇതെല്ലാം വെറുതെ മിഥ്യയാണോ? വെറുതെ ഞാൻ പറയുന്നതാണ്. ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇതൊരു ക്ലോസ് കമ്മ്യൂണിറ്റിയാണ്. ചെറുകരമ്പ് ഇമ്മാനുവൽ ഇടവക എന്ന് പറയുന്നത് നമുക്ക് കയ്യിലെണ്ണാവുന്നതായിട്ടുള്ള വീടുകളുമൊക്കെ ഉള്ളതായിട്ടുള്ളൊരു ഇടവകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം അന്യോന്യം അറിയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ അറിയുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ കരുതുന്നതിനായിട്ടും സ്നേഹിക്കുന്നതിനായിട്ടും കഴിയുകയുള്ളൂ. എല്ലാ ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് കഴിയുന്നത് കരുതലിലൂടെയാണ്. എന്താണ് ആവശ്യമെന്ന് നോക്കിക്കണ്ട് നേരത്തെ തന്നെ മനസ്സിലാക്കി വേണ്ട ചെയ്തു കൊടുക്കുക എന്നത് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതായുള്ളൊരു പാഠമാണ്. നൈസർഗികമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതായുള്ളൊരു കാര്യമാണ്. അത് ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ എന്നതാണ് യൗവനപ്രായത്തിലുള്ള ആളുകളൊക്കെ ഇന്ന് ചോദിക്കേണ്ടതായുള്ള ചോദ്യം. ഇതിനെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവം നമ്മെ നട്ടിരിക്കുന്നതായുള്ളൊരു ഇടമുണ്ട്. എൻ്റെ ഇടം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ആ ഇടത്തിന് ചുറ്റുപാടുള്ള സാഹചര്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ആ ചുറ്റുപാടുമുള്ള പ്രദേശത്തെ, സമൂഹത്തെ ദൈവരാജ്യ തുല്യമാക്കി മാറ്റുന്നതിനായിട്ട് എനിക്ക് സാധിക്കുമോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ഉപകരണങ്ങളായി തീരുക എന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷ മുഴുവൻ തന്നെ. അങ്ങനെ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ചെയ്യുവാനായിട്ട് കഴിയുമ്പോൾ അനന്ത സാധ്യതകൾ നൽകിയിരിക്കുന്നതായിട്ടുള്ള മനുഷ്യന് ദൈവമാണ് നൽകിയിരിക്കുന്നത്. ദൈവം അങ്ങനെയാണ്, അനന്ത സാധ്യതകളുള്ളതായിട്ടുള്ള ഒരാളാണ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം അത് ശരിയായ വിധം വിനിയോഗിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ
സമൂഹത്തെ അറിയുക, ചുറ്റുപാടുമുള്ള ആളുകളെ മനസ്സിലാക്കുക, സ്നേഹിക്കുക, കരുതുക എന്നതൊക്കെ ജീവിത പ്രമാണമാക്കി മാറ്റേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയാണ് കാണാനായിട്ടിടയാവുന്നത്. ഞാൻ IT-യെക്കുറിച്ച് പറഞ്ഞാണ് ആരംഭിച്ചത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞാണ് ആരംഭിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ChatGPT കൂടെയൊക്കെ കിട്ടും. നമ്മുടെ മുഖം പോലും മാറ്റി വേറെ മുഖം വയ്ക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ളൊരു സംവിധാനമാണ്. സമർത്ഥരായ ആളുകൾ അതൊക്കെ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സെൽഫോണ് ഡിജിറ്റൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള ആളുകളൊക്കെ തന്നെ എന്തുമാത്രം ഫോൾസ് ന്യൂസാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. തെറ്റാണ് നമുക്ക് തന്നെ അറിയാം. എന്നാൽ ഒരു 2 പേർക്കൂടെ അത് കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയില്ല. അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ നമ്മളായിക്കഴിഞ്ഞു. തെറ്റാണ് എങ്കിൽ അറിയാമെങ്കിൽ തന്നെ എന്തിനാ തെറ്റിനെ വർദ്ധിപ്പിക്കുന്നത്? അത് പെരുകുവാനായിട്ട് എന്തിനാണ് നമ്മൾ കൂട്ടു നിൽക്കുന്നത്? ചെയ്യരുത് എന്നറിയാവുന്നതായുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ചെയ്യണം. അതാണ് നമ്മളുടെ ഒരു ദുശ്ശീലം. അങ്ങനെ ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുന്നതിലൂടെ ഈ ദോഷത്തെ എത്രമാത്രം വിഷലിപ്തമാക്കി തീർക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളുടെ സാഹചര്യം തന്നെ, നാം ജീവിക്കുന്നതായുള്ള സാഹചര്യം തന്നെ, നമ്മളുടെ ചുറ്റുപാടുകൾ തന്നെ അത് മലിനസമാക്കി തീർക്കുവാൻ്റെ കോണം നാം അതിനെ കൂട്ടുനിൽക്കുന്നവരാണെങ്കിൽ നാം നന്നാവുകയല്ലേ ആവശ്യമായിരിക്കുന്നത്? ലിയോ 14 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ അടിവരയിട്ടതായിട്ടുള്ളൊരു വാക്കാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. എവിടെ നിന്ന് എന്ത് എടുത്തു എന്നത് പറയുവാൻ്റെ കോണം സാധിക്കണം. ഒരു ബുക്ക് റെഫറൻസ് എന്ന് നോക്കി ഒരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ അടിയിൽ ഫുട് നോട്ട് കൊടുക്കും, ഇത് ഇന്ന പുസ്തകത്തിൽ ഇന്ന പേജിലുള്ളതാണ് എന്നുള്ളതൊക്കെ. എന്ന് പറയുന്ന പോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതായുള്ള അവസരത്തിൽ പോലും മനുഷ്യനെ കളിപ്പിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ കളിപ്പിക്കുകയല്ലല്ലോ ആവശ്യം, മനുഷ്യനെ എഡിഫൈ ചെയ്യുകയാണ് ആവശ്യം. അവരെ കൂടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ സാധ്യമായിട്ട് തീരുന്നത് ട്രാൻസ്പെറൻസി ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയുന്നതിനായിട്ടൊക്കെ സാധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ തന്നെ ഓർത്തുകൊള്ളുക, കപടഭക്തിക്കാരാകരുത്. പരീശന്മാരെ കർത്താവ് പറഞ്ഞ പോലുള്ള വാക്കുകളൊന്നും കേൾക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരരുത്. പിന്നെയോ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വാക്കുകളാണ് കേൾക്കേണ്ടത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസ്യെ എന്നുള്ള വിളിയാണ് കേൾക്കുവാൻ്റെ ഇടയായിട്ട് തീരേണ്ടത്. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരനാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ജീവിക്കേണ്ടത്. നമ്മളുടെ പ്രതിഫലമൊക്കെ ഈ ലോകത്തിൽ നേടിയെടുക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, പ്രതിഫലമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം തക്ക സമയത്ത് നമുക്ക് തന്നുകൊള്ളും, നമ്മെ അനുഗ്രഹിച്ചുകൊള്ളും, നമ്മളെ നടത്തിക്കൊള്ളും. ദൈവത്തിൽ അത് അടിയുറച്ച് വിശ്വസിക്കുവാൻ്റെ ഇടയായിട്ട് തീരണം. ഇന്ന് ജീവിതത്തിൽ എത്രയോ ക്ഷമ കെട്ടവരായിട്ടാണ് നാം ജീവിക്കുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മകനോ മകളോ ജോലിക്കായിട്ടോ ഇൻ്റർവ്യൂവിനായിട്ടോ പരീക്ഷ എഴുതുന്നതിനായിട്ടോ ഒക്കെ പോകുന്ന അവസരത്തിൽ, നീറ്റിൻ്റെ പരീക്ഷയൊക്കെ അറിയാമല്ലോ, അങ്ങനെ പോയാൽ ഒക്കെയുള്ളൂ. അങ്ങനെ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സെൽഫോണിൻ്റെ ഉപയോഗം തുടങ്ങും. നീ ഇന്നതെടുത്തോ, നീ ഇന്ന എടുത്തോ എന്നൊക്കെ ഉള്ളത്. ഒരു യാത്രയ്ക്ക് പോയതായിട്ടുള്ള വീട്ടുകാരെ ഭാര്യ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭാര്യ ചോദിച്ചു, അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് കയറിയത്, അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് കയറിയത്. നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ പേടിക്കാതെ അവിടെ ഇരിക്കുക, അയൺ ബോക്സ് തന്നെ വണ്ടിയുടെ ഡിക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേണം. നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൽ നേരുള്ളവരായിട്ട് ജീവിക്കുന്നതിനായിട്ടാണ് സാധിക്കുന്നത്. നമ്മളുടെ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആദരിക്കുന്ന ബന്ധങ്ങളായിട്ട് തീരണം, കരുതുന്ന ബന്ധങ്ങളായിട്ട് തീരണം, സ്നേഹിക്കുന്ന ബന്ധങ്ങളായിട്ട് തീരുവാൻ്റെ കോണം ഇടയായിട്ട് തീരണം. ഇന്ന് അഡിക്ഷൻ്റെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ലഹരി എന്തുമാത്രം അഡിക്ഷനുണ്ട് എന്നത് ഇന്ന് ലോകം മുഴുവൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞു മുതൽ മുതിർന്നതായുള്ള ആളുകൾ വരെ ലഹരിക്ക് അടിമപ്പെട്ടതായിട്ടുള്ള ആളുകളാണ്. അഡിക്ഷൻ എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ലഹരി വസ്തുക്കൾ മാത്രമല്ല, വേറെയുണ്ട്. നമ്മുടെ സെൽഫോൺ ഒരു അഡിക്ഷനാണ്. വളരെ അടുത്ത സമയം വരെ എല്ലാവരും കട്ടിലിൽ തലയണയ്ക്കടിയിൽ വെച്ചിട്ടുണ്ടിരുന്ന വേദപുസ്തകമാണെങ്കിൽ ഇപ്പോൾ സെൽഫോണാണ്. ആണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞാൽ മതി. അവർ ഏതെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ
തൽക്ഷണം എനിക്കറിയണം. എനിക്ക് ഉറക്കമല്ല പ്രധാനം, ന്യൂസാണ് പ്രധാനം. ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് മറുപടി അയക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാനുള്ള സഹനമൊന്നും നമുക്കില്ല. ഇപ്പം ഉടനെ തന്നെ അയക്കുന്നത് തെറ്റായിരിക്കും ചിലപ്പോൾ അയക്കുന്നത്, എന്നാലും അയക്കും. ഒരു ന്യൂസ് വന്നാൽ മുഴുവൻ വായിക്കത്തില്ല, പകുതി വായിച്ചതിന് ശേഷം ഇതാണ് മുഴുവൻ ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞ് അതിന് ഉത്തരം പറയുന്നതിനായിട്ട് ശ്രമിക്കും. പിന്നീടാണ് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ചെയ്തതെല്ലാം തെറ്റാണ് എന്നത്. തെറ്റിലേക്ക് വഴുതി വീഴാതിരിപ്പാൻ കുളം സൂക്ഷിക്കേണ്ടതായുള്ള, ജാഗ്രത പുലർത്തേണ്ടതായുള്ള ഒരു ആവശ്യം നമ്മളുടെ ജീവിതത്തിലില്ലേ? ഉണ്ട്. നിങ്ങളുടെ വാക്കുകൾ ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നതായുള്ള അവസരത്തിൽ പ്രിസിഷനാണ് ആവശ്യപ്പെടുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഉവ്വ് എന്നാണ് പറയേണ്ടത് അതോ ഞാൻ നോ ആണ് പറയേണ്ടത്. ഞാൻ ഉവ്വ് എന്ന് പറയുന്നതായുള്ള കാര്യങ്ങൾ വെറുതെ പറയരുത്, അത് ട്രാൻസ്പെറൻ്റായിട്ട് പറയുന്നതിനായിട്ട് സാധിക്കണം, ശരിയായിട്ട് പറയുന്നതിനായിട്ട് സാധിക്കണം. ഞാൻ വ്യാജമായിട്ടുള്ള വാർത്തകളെയൊക്കെ പറയുകയുണ്ടായി, ഉപഭോഗ ആസക്തികളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഒരു വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു ലോകത്തെ നാം ജീവിക്കുന്നതായുള്ള അവസരത്തിൽ ലഹരിയെക്കുറിച്ചൊരു ആർട്ടിക്കിള് ആദാമേ നീ എവിടെയാകുന്നു എന്നുള്ളതായുള്ള പുസ്തകത്തിൽ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നതായിട്ടുള്ള 1-2 ആളുകളുണ്ട്. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സഞ്ജയ് ദത്തിനെ കുറിച്ചാണ്. സഞ്ജയ് ദത്ത് ലഹരിക്ക് അടിമയായിട്ട് തീർന്നു. ലഹരിക്ക് അടിമയായിട്ട് തീർന്നപ്പോൾ തൻ്റെ ജോലി പോയി, തനിക്ക് പോയി ആക്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നില്ല, ഇൻകം കുറഞ്ഞു, എല്ലാം ജീവിതം തന്നെ താറുമാറായി തീർന്നതായിട്ടുള്ള അവസരം. അവസാനം അദ്ദേഹത്തിൻ്റെ അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊരു വിടുതൽ ലഭിക്കണം. അപ്പോൾ അവർ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം ഒരു സമയത്തെ പിണക്കമായിരുന്നു. എന്നാൽ പിണക്കമൊക്കെ മാറി ഇപ്പോൾ രമ്യതയിലായ അവസരത്തിൽ പറഞ്ഞു, മോനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അവർ മയാമിയിൽ പോയി വേണ്ട ചികിത്സയൊക്കെ ചെയ്തു, അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, മടങ്ങി വന്നു. അവിടെ ചെന്നതായുള്ള അവസരത്തിൽ ഒരു ഡോക്ടറെ ഒരു ലിസ്റ്റ് എടുത്ത് കൈ കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഈ കാണുന്നതായുള്ള ലഹരി വസ്തുക്കൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നത് ടിക്ക് ചെയ്യണം. ആ ലിസ്റ്റിൽ ഏറെ അദ്ദേഹം ടിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു, കാരണം അത്രയ്ക്ക് അടിമയായിട്ട് തീർന്നതായുള്ളൊരു മനുഷ്യനാണ്. ഡോക്ടർ തന്നെ പറഞ്ഞു, നീ എങ്ങനെയാണ് ഇന്ന് ജീവനോടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല, ഒരത്ഭുതമാണ്, ഇത്രയും അഡിക്റ്റഡ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ. അതിൽ നിന്ന് കരകയറുവാൻ്റെ കോണം മയാമിയിലുള്ള താമസവും ചികിത്സയും ഒക്കെ സഹായമായിട്ട് തീർന്നു. തൽഫലമായിട്ട് അദ്ദേഹം മടങ്ങി വന്നു, തൻ്റെ ജോലി പുനരാരംഭിച്ചു, പ്രവർത്തിക്കുന്നതിനായിട്ട് സാധിച്ചു, ഒരു പുതിയ ജീവിതം തന്നെ നയിക്കുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്തു. ഒരു ജോസഫ് M. സ്ക്രീവനെ കുറിച്ച് VD സതീശൻ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. താനെ വിവാഹിതനാകുവാനായിട്ട് ആഗ്രഹിച്ച ഒരു യുവതിയുമായിട്ടൊക്കെ വിവാഹത്തേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അതിൻ്റെ പ്രീവിയസ് ഡേയിൽ ഒരു ആക്സിഡൻറ്റ് വന്ന് അവൾ മരിച്ചുപോയി. അപ്പോൾ വിവാഹ ജീവിതം താറുമാറായി. പിന്നീട് കുറേ കാലം കഴിഞ്ഞ ശേഷം, ദുഃഖിതനായിട്ടൊക്കെ നടന്നതായുള്ള മനുഷ്യൻ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരാളെ വിവാഹം കഴിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. അതിലും പ്രയാസമുണ്ടായി, കാരണം തലേ ദിവസം ന്യൂമോണിയ ബാധിച്ചതായിട്ടുള്ള ആ പെൺകുട്ടി മരിച്ചു പോകുന്നതിനിടയായിട്ട് തോന്നുന്നു. എന്നാൽ ഈ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളുടെയും മധ്യത്തിൽ മുറുകെ പിടിച്ചതായിട്ടുള്ള ഒരുവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ സ്ക്രീവൻ എഴുതിയതായിട്ടുള്ള പാട്ടാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. എന്തു നല്ല സഖി യേശു എന്ന് നാം പാടുന്നതായിട്ടുള്ള പാട്ട്. ഇത് പാടാത്തതായുള്ള മേഖലകളില്ല, പാടാത്തതായുള്ള ആളുകളില്ല. എന്നാൽ ഇത് ഉരുവായത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും ജീവിതത്തിൽ വളരെയധികം പ്രയാസം അനുഭവിച്ചതായുള്ള സാഹചര്യത്തിലുമാണ് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുവാനായിട്ട് ഇടയായി തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഹൃദയം തുറന്ന്, എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുവാനായിട്ട് മറ്റാരുമില്ല, യേശു മാത്രമേ ഉള്ളൂ. യേശുവിനോടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്, യേശുവാണ് എന്നെ നയിക്കുന്നത്, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് യേശുവിനെ കണ്ട് യേശുവിനോട് വെച്ചാൽ ജീവിപ്പാൻ്റെ കോണം നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്.
പ്രായമുള്ള ആളുകൾ ഇവിടെയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനം ആരംഭിക്കുന്നത് നമ്മളുടെ ഭവനത്തിൽ തന്നെയാണ്. ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. നമ്മൾ എന്ത് പറയുന്നു അത് പറയുന്നതിനായിട്ട് ശ്രമിക്കുക, എന്ത് ചെയ്യുന്നു അത് ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് ഇമിറ്റേഷൻ ആദ്യത്തെ ശ്രമിക്കുക. എന്നാൽ യുവജനങ്ങളായിത്തീരുന്നതായുള്ള അവസരത്തിൽ അവർക്ക് പലത് കാണാനായിട്ടൊക്കെ ഇടയായിട്ട് തന്നുകൊണ്ട് അവർ ഇവാലുവേറ്റ് ചെയ്തൊരു അസസ്മെൻറ്റിൽ വന്നിട്ടാണ് ഓരോ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയാവുന്നത്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസിഷനിൽ ഭവനത്തിൽ ലഭിച്ചതായുള്ള മാതൃകയും ഭവനത്തിൽ ലഭിച്ചതായുള്ള മൂല്യബോധവും എങ്ങനെയാണ് ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്താക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരുന്നത് എന്നത് ഒന്ന് പുനരാലോചിക്കേണ്ടതായുള്ള സാഹചര്യമാണ് യുവത്വം എന്ന് പറയുന്നത്. ഒരു കുട്ടി വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ താമസിക്കുവാനായിട്ട് പോയ അവസരത്തിൽ ആ കുട്ടിക്ക് വേണ്ടതായുള്ള ഡ്രസ്സെല്ലാം പെട്ടിയിൽ വെച്ച് അടുക്കി വെച്ചത് അമ്മയാണ്. പലപ്പോഴും അങ്ങനെയാണ്, വീട്ടിൽ നിൽക്കുന്ന കാലത്തെല്ലാം അമ്മയെ ചെയ്യുള്ളൂ, തന്നെ ചെയ്യുന്നതിനായിട്ട് പഠിക്കത്തില്ല. അതുകൊണ്ട് അമ്മയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് അമ്മ മകനോട് പറഞ്ഞു, മോനെ ഈ പെട്ടി നീ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വെക്കുന്നതായുള്ള അവസരത്തിൽ ഞാനിതിന് മുകളിലൊരു വേദപുസ്തകം വയ്ക്കുവാനായിട്ട് പോവുകയാണ്. ആ വേദപുസ്തകത്തിൽ നിനക്കുള്ളൊരു കുറിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. നീ അവിടെ ചെല്ലുന്നതായുള്ള അവസരത്തിൽ കൂട്ടുകാരുമായിട്ടൊക്കെ കളിച്ച് പോകുന്ന അവസരത്തിൽ ചിലപ്പോൾ ഇത് ഞാൻ ഓർക്കുകയില്ല. എന്നാൽ നിനക്ക് സമയവും സാവകാശം കിട്ടുമ്പോൾ നീ ഞങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നതായുള്ള അവസരത്തിൽ ഇതെടുത്ത് വായിക്കണം എന്നത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ചെന്നതായുള്ള അവസരം ഒത്തിരി കൂട്ടുകാരെ കിട്ടി. അവരുമായിട്ട് കൂട്ടുകൂടി കളിയിലായി ബഹളത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് അമ്മയെക്കുറിച്ചും വീടിനെക്കുറിച്ചൊക്കെ ഓർത്തതായുള്ള അവസരത്തിൽ അവൻ ഓടി വന്ന് പെട്ടി തുറന്ന് ഈ വേദപുസ്തകം എടുത്ത് അതിൽ വെച്ചിരിക്കുന്നതായുള്ള കുറിപ്പ് നോക്കുകയുണ്ടായി. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് അമ്മ എഴുതിയിരുന്നത്. 2 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ ചെറിയതായിട്ടുള്ള വാചകങ്ങളാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദിസ് ബുക്ക് ദ ബൈബിൾ വിൽ കീപ്പ് യു അവേ ഫ്രം സിൻ. രണ്ടാമത്തെ സെൻറ്റൻസ് ഇത്രയേ ഉള്ളൂ, ദ സിൻ വിൽ കീപ്പ് യു അവേ ഫ്രം ദിസ് ബുക്ക്. ഓർക്കാൻ വളരെ എളുപ്പമാണ്. ദിസ് ബുക്ക് വിൽ കീപ്പ് യു അവേ ഫ്രം സിൻ ആൻഡ് സിൻ വിൽ കീപ്പ് യു അവേ ഫ്രം ദിസ് ബുക്ക്. ദൈവത്തിൻ്റെ വചനം ഇന്ന് വേണ്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവർക്കും വേണം. ലോകത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നതായുള്ള വിശുദ്ധ വേദപുസ്തകം നമ്മളുടെ കയ്യിലുള്ളതായിട്ടുള്ള അവസരത്തിൽ അത് വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനും നമുക്ക് സാധിക്കേണ്ടതാണ് എന്നതാണ് എനിക്ക് ഓർപ്പിക്കുന്നതിനായിട്ട് ഉള്ളത്. നമ്മളുടെ ഇടവക ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ യുവജന സഖ്യമൊക്കെ. അതുകൊണ്ട് ഇടവയിലേക്ക് നാം വരുന്നതായിട്ടുള്ള അവസരം 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ്. എല്ലാവരും ഓർക്കേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ഈ പള്ളിയിൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം കർത്താവുമായുള്ള സംസർഗം അനുഭവിക്കാനായിട്ടിടയാണ്. അതാണ് കമ്മ്യൂണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ അനുഭവിക്കുന്നത്. വിശുദ്ധ കുർബാന കൊള്ളുവാനായിട്ടൊക്കെ വരുന്നു, കുർബാനയിൽ നാം പങ്കുചേരുന്നു, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുകയാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുകയും കർത്താവിൻ്റെ വകയായിട്ട് നാം തീരുകയും ചെയ്യുന്നതായുള്ള അവസരം. രണ്ടാമത്തേത് അന്യോന്യമുള്ള സ്നേഹവും കൂട്ടായ്മയൊക്കെ അനുഭവിക്കുന്നതിനായിട്ടിടയാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ട് എന്നതിവിടെ അനൗൺസ് ചെയ്ത് ഞാൻ കേൾക്കുകയുണ്ടായി. അന്നേരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പോകുന്നതായുള്ള അവസരത്തിൽ റിഫ്രഷ്മെൻ്റ് ഭാഗമായിട്ട് തിരുന്നതിനെ ശ്രമിക്കണം. എന്തിനാണ് റിഫ്രഷ്മെൻറ്റ്? അതും വാങ്ങി വീട്ടിൽ പോകുന്നതിനായിട്ടല്ല. റിഫ്രഷ്മെൻ്റ് ഇവിടെ നിന്ന് കഴിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ അടുത്ത് നിൽക്കുന്ന ആളിനോടൊന്ന് സംസാരിക്കണം. അതാരാണ് എന്ന് മനസ്സിലാക്കണം. ആളുമായിട്ടൊന്ന് കുറച്ചുകൂടെ പരിചയത്തിൽ അടുത്ത് വരുന്നതിനായിട്ടിടയായിട്ട് തീരണം. അതിൻ്റെ പേര് കൂട്ടായ്മ എന്നതാണ്. ഈ കൂട്ടായ്മയുടെ അനുഭവം ഒരു ഇടവക ജീവിതത്തിൽ ലഭ്യമായി തീരുവാൻ്റെ കൊണ്ടിടയാകണം. യുവജനങ്ങൾ ഇടവയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അവസരത്തിൽ യുവജനങ്ങൾ ഒന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്ന് വരുവാനായിട്ടിടയാണ്. 2, അന്യോന്യമുള്ള കൂട്ടായ്മയിൽ അന്യോന്യം അറിയുന്നവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയുടെ എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. യുവജന സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമായിട്ട് തീരുന്നത് ഇടവക ജനങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് എന്നത് ശരിയാണ്. നിങ്ങളുടെ സഹായ സഹകരണത്തോടെ ഒക്കുള്ളൂ. അങ്ങനെ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇടവക ജനങ്ങളെ അറിയേണ്ടതും അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കേണ്ടതും ആവശ്യമാണ് എന്നതാണ് എനിക്ക് ഓർപ്പിക്കുന്നതിനായിട്ട് ഉള്ളത്. നമ്മുടെ സഭ സുവിശേഷ വിഹിത സഭയാണ്. ഞാൻ ഇന്ന് കാണ്ടമ്മ കൊച്ചമ്മയെക്കുറിച്ച് പറയുകയുണ്ടായി. കാണ്ടമ്മ കൊച്ചമ്മ രാജാവിൻ്റെ അടുത്ത് നിന്ന് രാജാവിനോട് സംസാരിക്കാൻ ധൈര്യം കേട്ടതായിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല വേദപുസ്തകത്തിന് ഒരു പ്രതി കൊടുക്കുകയാണ്. ഒരു രാജാവിൻ്റെ അടുത്ത് പോലും ചെല്ലുന്നതിനായിട്ടും രാജാവിനോട് പോലും സുവിശേഷം അറിയിക്കുന്നതിനായിട്ട് ശ്രമിച്ചതായിട്ടുള്ളൊരു കാണ്ടമ്മ കൊച്ചമ്മ ആരംഭിച്ചതായിട്ടുള്ള സേവികാ സംഘമാണ് ഇന്നുള്ളതായിട്ടുള്ള സേവികാ സംഘം എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു മോഡലാണ്.
സേവികാ സംഘത്തിന് മാത്രമല്ല, ഇന്ന് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണിത്. അതാണ് കർത്താവ് അവസാനം പറഞ്ഞു നിർത്തിയതും. നിങ്ങൾ ലോകത്തിൽ എല്ലായിടവും സുവിശേഷം അറിയിക്കണം, എല്ലായിടവും സുവിശേഷം അറിയിക്കണം. ഇന്ന് സുവിശേഷ വിഹിത സഭയായിട്ടുള്ള സുവിശേഷ സംഘത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇവിടെ നടത്തിയത് ഞാൻ കേൾക്കുകയുണ്ടായി. വളരെ കാര്യങ്ങൾ പറയുകയൊക്കെ ഉണ്ടായി. ഫണ്ട് കളക്ഷന് വേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മനസ്സിലാക്കരുത്. പിന്നെ അവിടെയൊക്കെ നിങ്ങൾ പോയി അതുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും ആളുകളുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തീരുമ്പോഴാണ് ഇത് നമ്മളുടെ സഭയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് ഇടയാവുന്നത്. മാർത്തോമാ സഭ സുവിശേഷ വിഹിത സഭയാണെങ്കിൽ അത് എൻ്റെ സഭയാണ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നതായുള്ള വ്യക്തിയാണ്, ഞാൻ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളാണ് എന്ന് പറയുവാൻ കൊണ്ടിടയാകണം. ഏതാനും കാര്യങ്ങൾ ഓർപ്പിക്കുന്നതിനായിട്ട് മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിച്ചത്. യുവജന സംഘത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ഈ പറഞ്ഞതായുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഏറെ ശോഭനമായി തീരുവാൻ, പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി തീരുവാൻ, ഫലകരമായി തീരുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി യുവജന സഖ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.